ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നോക്കാം. 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഓവർ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസമാണ്. ഒരുപാട് ഭാരം ചുമക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഒരു ഹെവി ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പം ആദ്യം തന്നെ കിട്ടിയൊരു കാർഡ് അങ്ങനെയാണ്. ഹെവി ആയിട്ടുള്ളൊരു ഫീലിംഗ്, നെഞ്ചിനകത്തൊരു ഭാരം ഇരിക്കുന്നത് പോലെ. അങ്ങനെ ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷെ അറിഞ്ഞുകൂടാത്ത ഒരു ഭാരം നെഞ്ചിനകത്ത് ഉള്ളതുപോലെ തോന്നുന്ന അങ്ങനത്തെ ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയണതിനേക്കാളും ഭാരം ചുമക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം കൂടി ചുമലിൽ ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇത് ഈ ഒരു കാര്യം അത് എൻ്റെ ആകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻ്റെ ആകുന്നതാണ്. നമുക്കിപ്പം പല കാര്യങ്ങളും ഈ എൻ്റെ ആകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു കർമ്മത്തിൻ്റെ ഭാരം അത് കുറഞ്ഞ് അത് തീരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ ഹെവിനെസ് ഫീൽ ചെയ്യുന്നത്. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിലൊരു ചീറ്റിംഗ്, ചില ആൾക്കാർക്ക് ഒരു ചീറ്റിംഗ് വന്ന് ഈ അടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മാനഹാനി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനും പറ്റുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ കൺവിൻസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളത് ആ ഒരു കാര്യം കുറച്ചുകൂടി അവെയറായിരിക്കണം എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരു ചീറ്റിംഗ് വരാം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും വരുന്നതായിരിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളൊന്ന് അവെയറായിരിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് വളരെ ചങ്ങാത്തത്തിന് പോകാതിരിക്കുക. അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ച ആൾക്കാർ വീണ്ടും നമ്മളിലേക്ക് വന്നാൽ അവരോട് കൂടുതൽ അടുക്കാതിരിക്കുക. കാരണം ഒരിക്കൽ ഒരു തെറ്റ് ചെയ്ത ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു തവണ ഒരു കാര്യം ചെയ്താൽ അവർ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം അത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. യാത്ര പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക. പിന്നെ കൂട്ടുകെട്ടുകളിലുള്ള ആൾക്കാർ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഓൺലൈൻ വഴിയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു കണക്ഷൻ ആരെങ്കിലുമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒരു ഏസ് ഓഫ് പെൻഡക്കിളിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. തുടങ്ങാനിരുന്ന എന്തോ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉള്ളത്. ചിലപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. ഇന്നത്തെ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് നിങ്ങൾക്ക് എഴുതാനിരുന്നെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു ഇതുകൊണ്ട് അത് മാറ്റി വെച്ച പോലെയാണ് ഇതിനകത്ത് കാണുന്നത്. ചിലപ്പോൾ ഒരു ട്രാവൽ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊരു ഡോക്യുമെന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ അത് പൈസ തികയാത്തതുകൊണ്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കാം. എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം, അപ്പം അത് നടക്കൂല എന്നല്ല പറയുന്നത്, പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ നിന്നും അതൊന്ന് മാറ്റി വെക്കുന്നു എന്നാണ് കാണുന്നത്.
ഏസ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതും ഒരു ഷാഡോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് തടസ്സങ്ങൾ വന്നേക്കാട്ടാ ജീവിതത്തിൽ. നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇതൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇത് ഞാൻ പറയുന്നത്, ഇത് കാണുന്നത് അതുപോലെ പറയുന്നതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രം പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന എനർജി അതുപോലെ പറയണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒഴിവായി ഒരിക്കലും നമുക്ക് കാമായിട്ട് ഇരിക്കാം എന്ന് ചിന്തിക്കരുത്. പക്ഷേ നമ്മൾ ഈ വരുന്ന കാര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ സക്സസ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് വരേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കും. ചിലപ്പോൾ ഒരാൾ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളിനെ നിങ്ങളെ വിളിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നിങ്ങളെ കാണാമെന്ന് പറയുന്ന ആളിനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റാതെ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം വന്നേക്കാം. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു വിസയോ ഒരു ടിക്കറ്റോ ഒക്കെ ഒരു മെയിലോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് ചിലപ്പോൾ നാളേക്കാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മാത്രം എനർജിയാണ്. ചിലപ്പോൾ രാവിലെ മാത്രമായിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു എനർജി മാറി നിങ്ങൾ ഓക്കെ ആവും. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് അത് കിട്ടാനുള്ളൊരു സാധ്യതയില്ല. ഇന്ന് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് എന്നാണ് കാണുന്നത്. കുറച്ച് തടസ്സങ്ങൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ വരും എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ ചില കാര്യങ്ങളിൽ വന്നേക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. എല്ലാ നെഗറ്റീവ് ബ്ലോക്കേജസും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുക. നമുക്കത് വളരെ വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിലും കിങ് ഓഫ് സോഡ്സിൻ്റെയും ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ അത് ചെയ്തു തീർക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് കാര്യമായാലും ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഉച്ച വരെയെങ്കിലും കുറച്ചൊരു തടസ്സങ്ങളാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾക്കൊരു അസ്വസ്ഥത, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനോ ശരീരത്തിനോ ഒക്കെ ഒരു അസ്വസ്ഥത വന്ന് കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു തടസ്സം കൊണ്ട് ചിലപ്പോൾ അത് മാറ്റിവെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആക്ഷൻ എടുക്കാൻ പറ്റാതെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. ഒരു നിസ്സഹായരായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരീരത്തിൻ്റെ നിസ്സഹായതയായിരിക്കാം, അല്ലെങ്കിൽ മനസ്സ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ ഇരിക്കാം ഇന്നത്തെ ദിവസം മാത്രം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഉച്ചവരെ മാത്രമായിരിക്കാം ഇത്. അപ്പം ഇത് നിങ്ങൾ വിഷമം വിചാരിക്കരുത്. കാരണം ഇത് കാണുന്നത്, ഇത് എനിക്ക് കണ്ടത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ഫുള്ള് വീഡിയോ കാണണോട്ടാ. കാരണം ഈ ഒരു എനർജി മാത്രം കണ്ട് നിങ്ങൾ നിർത്തിപ്പോകരുത്. കാരണം അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫലിക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ അവസാനം വരുന്ന എല്ലാം പോസിറ്റീവായിട്ടുള്ള ഇതായിരിക്കും. ഇത് പെട്ടെന്ന് ചേഞ്ച് ആകാം. അപ്പോൾ അത് നിങ്ങൾ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾ കാണുന്നതിനുള്ള ഫുൾ എനർജിയും കിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് എനർജി മാത്രം കണ്ടിട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക. വേൾഡ് കാർഡ് വന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും തടസ്സങ്ങളും ഇതൊക്കെ മാറൂട്ടാ. ചിലപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം. ഈ നിങ്ങൾക്ക് എന്താണോ പറ്റാതിരുന്നത്, നിങ്ങൾ എന്താണോ സ്ട്രഗിൾ ചെയ്തിരുന്നത്, നിങ്ങൾ നിരാശരായിരുന്നത്, ആ ഒരു കാര്യം അത് എൻ്റെ ആകും. ഇന്നത്തെ ദിവസം തന്നെ അത് മാറി ഒരു ചേഞ്ച് വരും നിങ്ങൾക്ക് എന്നുള്ളതാണ്. ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉച്ചവരെ അത് നിങ്ങൾക്ക് പറ്റൂലെന്നിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കും. ചിലപ്പോൾ മെയിൽ വരും, വിസ വരും, ട്രാവൽ ചെയ്യാനും പറ്റും. നിങ്ങൾ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കും. മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്ന കാര്യമൊക്കെ മാറും. ഇതിൽ ഒരു വളരെ പോസിറ്റീവാണ്, പൂർണ്ണതയിലെത്തും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്തിരുന്ന കാര്യം, നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന കാര്യം, ആ ഒരു കാര്യം പൂർത്തിയാക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ നടക്കൂലെന്ന് വിചാരിച്ചിരുന്നത്, ആ നടക്കൂലെന്ന് വിചാരിച്ചിരുന്ന കാര്യം പൂർണ്ണമായിട്ടും ഒരു വൈകുന്നേരത്തോടു കൂടി അത് നടക്കും എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ഉടനെ തന്നെ അത് നടക്കും. അപ്പം അതിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നാണ് കാണുന്നത്.
ഇതിലൊരു ഒരു ഡെവിൾ കാർഡാണുള്ളത്. ഇതിൽ ഒരു അൺവാണ്ടഡ് എനർജി നിങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതാണ് പലപ്പോഴും നിങ്ങൾക്ക് ബ്ലോക്കേജസ് വരുത്തുന്നത്. അപ്പം നിങ്ങളുടെ ചക്രയിലൊക്കെ കുറച്ച് ബ്ലോക്കേജസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള എനർജി പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള കുറേ അധികം കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് തടസ്സപ്പെടുത്തും. അപ്പം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതിലൂടെ തന്നെ മാറിപ്പോകുന്നുള്ളതാണ്. അപ്പം ഇതിൽ ഈ തടസ്സം വന്ന കാര്യമാണ് ഇത് പറയുന്നത്, അൺവാണ്ടഡ് എനർജിയാണ്. അപ്പം അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളെ തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കാം, നേരത്തെയും ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജി നമ്മളെ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ നെർവസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഒരു ലോ എനർജിയിൽ ഇരിക്കുമ്പോഴാണ് ഈ അങ്ങനത്തെ അതേ സെയിം ഫ്രീക്വൻസി ഉള്ള എനർജി നമ്മളിലേക്ക് വരും, പെട്ടെന്ന് വരും. അപ്പോൾ അത് നമ്മളിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരോടും പോസിറ്റീവായിരിക്കണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, കോൺഫിഡൻസോടുകൂടി ഇരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കരഞ്ഞ് ബഹളം വെച്ച് ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ ഒക്കെ അതേ ആ ഒരു സെയിം ഫ്രീക്വൻസി ഉള്ളൊരു കാര്യം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കും ആ സമയം. അപ്പോൾ അത് നമ്മൾ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം, പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. ഒരു അൺവാണ്ടഡ് എനർജി നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറാൻ കുറേ ആൾക്കാർക്കൊക്കെ അത് മാറിയിട്ടുണ്ടായിരിക്കും. മാറുന്ന ആൾക്കാർക്കാണ് അത് ഉച്ചയ്ക്ക് ശേഷം അത് ശരിയാകുന്നത്. നിങ്ങൾ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. കല്ലുപ്പും മഞ്ഞൾപൊടിയും ഇട്ട് ഒന്ന് കുളിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ്. ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ചീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചീറ്റിംഗ് എനർജി ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചീറ്റിങ്ങിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് പൊതുവെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, നമ്മളൊന്ന് അവെയറായിരിക്കാൻ ശ്രമിക്കുക. 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്, വേറെ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല, നിങ്ങളെ മറ്റാർക്കും ഉപദ്രവിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ആ ഓറ ഒന്ന് ശുദ്ധീകരിച്ച് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലവും നിങ്ങൾ ആ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അതിൽ പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് പറയുന്നുണ്ട് ഇതിനകത്ത്. ഇതിൽ 2 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഈ 2 ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നിങ്ങൾ അത് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. നോക്കാം, ഇതിലൂടെയുള്ള കാര്യങ്ങളൂടി നോക്കാം. പേജ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. ഇതിൽ ഇത് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്ന ആ ആൾക്കാർക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങളത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. തടസ്സങ്ങളൊക്കെ മാറാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ തടസ്സങ്ങൾ വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ഈ തടസ്സങ്ങളൊന്നും, ഇത് ഇന്നത്തെ മെസ്സേജാണ്, അപ്പോൾ ഒരുപാട് സമയമൊന്നും നീണ്ടു നിൽക്കുന്നതല്ല. ഇത് ഒരൊറ്റ ദിവസത്തെ എനർജി മാത്രമാണ്. ചാരിയട്ടാണ്, ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൺട്രോളിലാണ്. പക്ഷേ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഉയരണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ലോ എനർജിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിക്ടറി റെക്കഗ്നിഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ വിൽ പവറാണ് പ്രധാനം. അപ്പം നമ്മൾ ലോ എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിങ്ങളുടെ എനർജി ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. 5 കപ്പിന്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെന്റിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ തന്നെ പാസ്റ്റിൽ ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. എന്തിനാണ് എന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യം അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഏഞ്ചൽ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കൊരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്. ആ ഒരു ഏഞ്ചൽ നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. 2 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഒരു ജഗിളിംഗ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. 2 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇത്. ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും ഇന്നത്തെ ദിവസം. പക്ഷെ നിങ്ങൾ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ഇന്നത്തെ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ദ തിങ്കിങ് മാൻ ആണ് വന്നിട്ടുള്ളത്. ഇതില് നിങ്ങൾക്ക് ഇന്നൊരു കൗൺസിലർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെന്ററെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് ഒരു വ്യക്തി ഈ ഒരു സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള അറിവുകളും കഴിവുകളും നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരാളിൻ്റെ കയ്യിലൊരു ഡയമണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എത്ര വലിയ കഴിവുകളാണ് ഉള്ളതെന്ന് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരും. നിങ്ങൾക്ക് അറിയുന്നില്ലായിരിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു മെന്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഗുരു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരാൾ നിങ്ങളിലേക്ക് വരും. ഇത് ചിലപ്പോൾ സ്വപ്നത്തിലൂടെ വരുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഡയറക്റ്റായിട്ട് വരാതെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലൊരു സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഗാർഡിയൻ എന്നൊക്കെ പറയൂലേ, അങ്ങനെ ആ രീതിയിലൊക്കെ നിങ്ങളിലേക്ക് വരാൻ ചിലപ്പോൾ ഇൻവിസിബിൾ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പല അറിവുകളും തരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാതിരുന്ന നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളായിരിക്കും അത്. ഇന്നത്തെ ദിവസമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫ് അത് പൊതുവെ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയിലൂടെ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇതൊരു ലവ് റിലേഷൻഷിപ്പ് പോലെയുണ്ട്. കാരണം നിങ്ങളുടെ വേദനകളൊക്കെ മായ്ച്ചു കളയാൻ പറ്റുന്ന, നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി തരാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ ഒരാൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.